ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന എല്ലാ വസ്തുക്കളും അനിത്യം, ക്ഷണികം, തുച്ഛം, ദുഃഖപ്രദം, അനാത്മകം ഈ സ്വഭാവത്തോട് കൂടിയതാണ്. ഇങ്ങനെ അനിത്യമായ വസ്തുക്കളെ ആശ്രയിച്ചുള്ള സുഖം എങ്ങനെയാണ് ശാശ്വതമാവുക? അനിത്യങ്ങളിൽ നിന്ന് അനിത്യമായ അനുഭവം മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ടൊരു കവി പറയുകയാണ്, നശിപ്പതും തുച്ഛവുമാ ഓരോന്നിൽ പിന്നിലാം ജനം, അലഞ്ഞോടുവതാം മട്ടിൽ അല്ലാതാവതെങ്ങനെ. നശിപ്പതും തുച്ഛവുമാം, നശിക്കുന്നതും നിസ്സാരവുമാകുന്ന ഓരോ വസ്തുക്കളിൽ ചെന്നും ഒട്ടുകയും അതിൻ്റെ പിന്നാലെ ഓടുകയും ചെയ്യുമ്പോൾ നമുക്കെങ്ങനെയാണ് ശാശ്വതമായ സുഖം കിട്ടുക? നശിപ്പതും തുച്ഛവുമാ ഓരോന്നിൻ പിന്നിലാം ജനം, അലഞ്ഞോടുവതാം മട്ടിൽ അല്ലാതാവുവതെങ്ങനെ. നശിക്കുന്നതിൻ്റെ പിന്നാലെ പോയാൽ നശിക്കുന്ന സുഖം മാത്രമേ കിട്ടുകയുള്ളൂ. അതിൽ നിന്നൊരിക്കലും ശാശ്വതമായ സുഖം ലഭിക്കുകയില്ല. അതിനാൽ നാം വളരെ ആലോചിച്ച് വേണം ഈ ലോകത്തിൽ ജീവിക്കാൻ. നശിക്കുന്നത് ഏതാണ്, നശിക്കാത്തത് ഏതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മുടെ ഈ ശരീരാദികളൊക്കെ നശിക്കുന്നതും ഈ ശരീരത്തെ നിലനിർത്തുന്ന പരമ്പൊരുൾ നശിക്കാത്തതുമാണ്. നശിക്കുന്നവയിൽ നിന്നും നശിക്കാത്തതിലേക്ക് നമ്മുടെ മനസ്സിനെ നാം തന്നെ പ്രവേശിപ്പിക്കണം. അങ്ങനെ നശിക്കാത്തവയുമായി നമ്മുടെ മനസ്സ് താദാത്മ്യം പ്രാപിക്കുമ്പോൾ നശിക്കാത്ത പരമമായ സുഖത്തിൻ്റെ ഉടമയായിത്തീരും നമ്മൾ. നമുക്ക് തുച്ഛമായ സുഖം കിട്ടാൻ എന്താ കാരണം? തുച്ഛമായ വിഷയങ്ങളുടെ പിന്നാലെ പായുന്നത് കൊണ്ടാണ്. അതിനാൽ തുച്ഛമായ വിഷയങ്ങളെ വിട്ട് ശാശ്വതമായ സുഖത്തെ തേടിയാൽ നമുക്ക് ശാശ്വതമായ സുഖം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അതാണ് മാനവജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം. അല്ലാതെ ഇവിടെ ജനിച്ച് ജീവിച്ച് മരിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? പട്ടികളും പശുക്കളും പൂച്ചകളും ചത്തുപോകുന്നു. അതുപോലെ ചത്തുപോകുന്ന ഒന്ന് മാത്രമേ നാം ആകുന്നുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ആ പരമമായ ചൈതന്യത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകണം. അതാണ് സത്തായിരിക്കുന്നത്. നശിപ്പതും തുച്ഛവുമാം ഓരോന്നിൻ പിന്നിലാം ജനം, അലഞ്ഞോടുവതാം മട്ടിൽ അല്ലാതാവൂ.